പോളോ നിർത്തി ഇപ്പോഴും പോളോ ഒരു വികാരമായിട്ട് കൊണ്ടു നടക്കുന്നവരെന്തായാലും എത്രയോ പേരുണ്ട്. അപ്പോൾ അവർക്കാണിത് അല്ലേ, അവർക്ക് വേണ്ടി ഇതിപ്പോൾ വാറണ്ടി എത്ര വരുന്നുണ്ട്? ഇത് 2026 വരെ കമ്പനി വാറണ്ടിയിലുള്ള വണ്ടിയാണ്. 4 വർഷം ഇപ്പോൾ സർവീസ് പാക്കേജിലുള്ള വണ്ടിയാണ്. വാറണ്ടി ഉണ്ട് നിലവിൽ. എന്തുകൊണ്ട് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി വാഹനം. ലോ കിലോമീറ്ററാണ്, ഡീസലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതായത് മൈലേജ് കിട്ടുന്ന വെച്ച് നോക്കുമ്പോൾ നോർമലായിട്ടുള്ള കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളൂ. കേരള വണ്ടി, അതെ, ഒറിജിനൽ കേരള വണ്ടി. നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. 65,000 ഓട്ടോ അല്ലേ? അതെ, വണ്ടി കുറച്ചും കൂടി ബെറ്റർ ആണ്. പണ്ടത്തെ വണ്ടി 5 സ്റ്റാർ അല്ലായിരുന്നു, 4 സ്റ്റാർ റേറ്റിംഗ് ആയിരുന്നു. ഇത് 5 സ്റ്റാർ റേറ്റിംഗ് ആണ്. 5 സ്റ്റാർ റേറ്റിംഗ്? അതെ അതെ, തിയാഗോ 5 സ്റ്റാർ റേറ്റിംഗ്. ന്യൂ ഷേപ്പ് വരുന്നത്, പണ്ടത്തെ 4 ആയിരുന്നു. 5 സ്റ്റാർ റേറ്റിംഗ് അല്ലേ? എല്ലാവർക്കും നമസ്കാരം. നമ്മളെ 2024 മെട്രോ കാർസിൽ ആദ്യ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അല്ലേ? ഓക്കെ, സുഖല്ലേ? അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, എന്തെല്ലാം ടൈപ്പ് വാഹനങ്ങൾ ഇന്നത്തെ നമ്മളതിൽ ഹാച്ച് ബാക്ക് സെക്ഷൻ വാഹനമുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ഹാച്ച് ബാക്ക് സെക്ഷൻ ഉണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക് വാഹനങ്ങളുടെ ആവശ്യക്കാർക്കുള്ള, പിന്നെ നമ്മുടെ ട്രേഡ് മാർക്കായിട്ടുള്ള പോളോ GT അതുണ്ട്, 2 ഉണ്ട്. SUV, കോമ്പാക്ട് SUV സെഗ്മെന്റ് എല്ലാം ഉണ്ട്. ആരെയും നിരാശപ്പെടുത്തുന്നില്ല, ആരും ഒഴിവാക്കുന്നില്ല. അതേപോലെ തന്നെ വിലകൾ നമുക്ക് മാക്സിമം മുട്ടിച്ച് കൊടുക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? അത്രയേ ഉള്ളൂ. ഷോറൂം ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാങ്കാവ്, തിരുവണ്ണൂരാണ്. മെട്രോ കാർസ്. കോൺടാക്ട് നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അത് ഫോളോ ചെയ്ത് കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ ഷോറൂമുകളിലും പുതിയ അപ്ഡേറ്റ് ഞങ്ങൾ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. എന്നാൽ പിന്നെ വീഡിയോയിലോട്ട് പോകാം. കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ്. KL 25 പുനലൂർ അല്ലേ? സ്റ്റാർട്ടിംഗിൽ വരുന്ന വണ്ടികളിലൊന്നാണ്. അതെ, സ്റ്റാർട്ടിങ്ങിൽ കോമ്പാക്ട് SUV എടുക്കാൻ പറ്റിയ സെഗ്മെന്റ്. ഇത് മാഗ്നൈറ്റ് ഒക്കെ സെയിം ആയിട്ടാണ് വരിക. ഇത് മാഗ്നൈറ്റ്, ടാറ്റ പഞ്ച്, റിനോ കൈഗർ ആണ്. അതെ, മാഗ്നൈറ്റ്, ടാറ്റ പഞ്ച് അതിനൊക്കെ കോമ്പറ്റീറ്റ് ചെയ്യുന്നതായിട്ട്. ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. ഇത് 2021 10 മാസം വണ്ടിയാണ്. 15,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പിലുള്ള RXZ AMT ഗിയർ ബോക്സിൽ വരുന്ന വണ്ടി. ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. ഓട്ടോമാറ്റിക് അതിൽ തന്നെ നമുക്ക് CVT ഗിയർ ബോക്സും AMT ഗിയർ ബോക്സും ഉണ്ട്. ഓക്കെ, ടർബോ വരുന്നതല്ല, ഇത് നോൺ ടർബോ AMT ഗിയർ ബോക്സ് വരുന്ന RXZ. ബാക്കി ഫീച്ചേഴ്സ് വൈസ് ഒക്കെ സെയിം ആയിരിക്കും. ഫീച്ചർ ഒക്കെ സെയിം ആയിരിക്കും. ടർബോ വരുന്നുണ്ട്, അത് കുറച്ചും കൂടെ പവർ കൂടും വണ്ടിക്ക്. അതെ, ടർബോ വരുന്ന വണ്ടിക്ക് പവർ കൂടും. ഇത് നോൺ ടർബോ ആണ്. ഇത് നോർമൽ പവർ ഉണ്ടാവത്തുള്ളൂ. 1 ലിറ്റർ എഞ്ചിനാണ് വരിക. മൈലേജ് ഉണ്ടാവും. ടർബോന് അപേക്ഷിച്ച് മൈലേജ് ഉണ്ടാവും. ഒരു 15 റേഞ്ച് ഒക്കെ കിട്ടും. 15 ഒക്കെ എന്തായാലും ഉണ്ട്. ആവറേജ് കാണിക്കുന്നുണ്ട്. 1 ലിറ്റർ അല്ലേ? ഓക്കെ, എന്തായാലും 15,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു അല്ലേ? എന്തായാലും 15,000 ഓടിയിട്ടുള്ളൂ. വലിയ ഓട്ടോ അല്ല. വാറണ്ടി എത്ര വരുന്നുണ്ട്? വാറണ്ടി ഇത് വരുന്നത് 3 വർഷമാണ് ബേസിക് വാറണ്ടി വരുന്നത്. അതിപ്പോൾ 2024 10 മാസം വരെ വാറണ്ടി ഉണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇത് 1 മാസമാണ്, ഇനി ഒരു 9 മാസം. പിന്നെ 15,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല. ഷോറൂം പീസ്, 0 ക്ലെയിം വണ്ടി, 0 അൺടച്ച് വണ്ടിയാണ്. ഓക്കെ, നല്ലൊരു നീറ്റ് കൈഗർ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട്. ഏറ്റവും ടോപ്പനാണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. എയർ ബാഗ് എത്ര വരുന്നുണ്ട്? എയർ ബാഗ് 4 എയർ ബാഗ് ആണ് വരുന്നത്. 4 എയർ ബാഗ് അതെ അതെ. പിന്നെ ഡയമണ്ട് കട്ട് അലോയ് വീൽ വരും. കീലെസ് എൻട്രി, ബട്ടൺ സ്റ്റാർട്ട്, ഒരുവിധപ്പെട്ട എല്ലാ ഫീച്ചേഴ്സും ആയി. ടൈഗേഴ്സ് ആദ്യം നോക്കിയിരുന്നു. അതെ, ആ ഒരു 15,000 വലിയ ഓടിയിട്ട് അലമ്പാക്കിയിട്ടില്ല. നോർമൽ ഓട്ടത്തിന് ടയറുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 7,10,000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. ലാസ്റ്റ് റേറ്റ്? അതെ, അതിൽ 1 വർഷത്തെ ഫുൾ കവർ ഇൻഷുറൻസ് നമുക്ക് പുതുക്കി കൊടുക്കാം. ഓക്കെ, ഇത് നിങ്ങൾ പുതിയ എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 10-15 രൂപേൻ്റെ അടുത്ത്. ഇപ്പോൾ ഒരു ഓഫർ കഴിഞ്ഞിട്ട് 1.5 ലക്ഷം രൂപയൊക്കെ ഈ ഒരു മാസം കൂടി 10,500 കിട്ടും. കഴിഞ്ഞാൽ 11ന്റെ മുകളിൽ റേറ്റ്. ഇത് അന്ന് ഇറങ്ങുമ്പോൾ അത്രയില്ല, അന്ന് ഇറങ്ങുമ്പോൾ 10നോട് ചേർന്നിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ലോൺ എത്ര കയറും? ഈ വണ്ടിക്ക് ഏകദേശം ഒരു ഫുൾ ലോണിനോട് അടുപ്പിച്ച് ലോൺ കിട്ടും. 6-6.5 ലക്ഷം എന്തായാലും കിട്ടും. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. എന്തായാലും 2021 വെറും 15,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് RXZ ഓട്ടോമാറ്റിക് കൈഗറാണ്. 7,10,000 രൂപയ്ക്ക്. അത് മാക്സിമം ലോണും കിട്ടുന്നുണ്ട്. അടുത്ത വണ്ടിയിലേക്ക് പോയാലോ? ഫോക്സ് വാഗൺ ടൈഗൂൺ ന്യൂ ജനറേഷൻ കോമ്പാക്ട് SUVകളിൽ തരംഗ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ്. KL 11 കോഴിക്കോട് രജിസ്ട്രേഷനുള്ള വാഹനം. പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. 2022 5 മാസം വണ്ടിയാണ്. സിംഗിൾ ഓണർ, ഹൈലൈൻ പ്ലസ് ഓട്ടോമാറ്റിക് ആണ്. 1 ലിറ്റർ ഓട്ടോമാറ്റിക് ആണ്. ടർബോ അല്ല, ടർബോ ആണ്. 1 ലിറ്റർ ടർബോ ഓട്ടോമാറ്റിക് ആണ്. 1.5ഉം 1 ലിറ്ററും ആണ്. 2 എഞ്ചിൻ വേരിയന്റ് ആണ് വരുന്നത്. അതിൽ 1 ലിറ്റർ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന, അത്യാവശ്യം ഡെയിലി ഡ്രൈവും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. 1.5 അങ്ങനെയല്ല, മൈലേജ് നല്ല ഷോർട്ടാണ്. നല്ല പെർഫോമൻസ് വണ്ടിയാണ്. പെർഫോമൻസ് ആയിരിക്കും, ഭയങ്കര പെർഫോമൻസ് ആയിരിക്കും. ഇതിപ്പോൾ വാറണ്ടി എത്ര വരുന്നുണ്ട്?
ഇത് 2026 വരെ കമ്പനി വാറണ്ടിയിലുള്ള വണ്ടിയാണ്. 4 വർഷം. ഇപ്പോൾ സർവീസ് പാക്കേജിലുള്ള വണ്ടിയാണ്. ഇപ്പോൾ 30,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. 30,500 കിലോമീറ്റർ ഓടിയത്. 30,000 സർവീസ് ഇപ്പോൾ കമ്പനിയിൽ നിന്ന് ഫ്രീ ഓഫ് കോസ്റ്റ്, ഒരു രൂപ കോസ്റ്റ് ഇല്ലാതെ. ഇനിയിപ്പോൾ 45,000 ചെയ്യാം. ഈ 45,000 സർവീസ് ചെയ്താൽ മതി. ഓക്കെ, അത്രയേ ഉള്ളൂ. നല്ലൊരു അടിപൊളി ടൈഗൂണാണ്. ക്ലീൻ വണ്ടിയാണ്. ഇന്നേ വരെ ഒരു പെയിന്റ് ടച്ചപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. സർവീസ് പാക്കേജ് എത്ര കിലോമീറ്റർ വരെ കിട്ടും? എങ്ങനെയാണ് അത് നമ്മൾ പാക്കേജ് എടുക്കുന്നതാണ്. ഈ കസ്റ്റമർ ഇനിയിപ്പോൾ 45,000 ഫ്രീ ആണ് സർവീസ്. ഫ്രീ ആണ്. അടുത്തൊരു സർവീസും കൂടെ ഫുൾ ഫ്രീ കിട്ടുന്ന ഒരു വാഹനമാണ്. ടോട്ടൽ ഫ്രഷ് ഇറങ്ങുന്ന സമയത്ത് സർവീസ് പാക്കേജ് ആയിട്ട് എടുത്തു വെച്ചതായിരുന്നു. 45,000 സർവീസും ഫ്രീ ആണ്. അല്ല, ഇനി എടുക്കുന്നവർക്ക് വേണമെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ അത് എല്ലാവർക്കും എക്സ്റ്റെൻഡ് ചെയ്യാം. സർവീസ് പാക്ക് ഒക്കെ നമുക്ക് 2 വർഷത്തേക്ക് 1 വർഷത്തേക്ക് ആയിട്ട് എടുക്കാം. അപ്പോൾ അണ്ടർ വാറണ്ടി ഉള്ള വാഹനം 2022 35,000 പറഞ്ഞാൽ എത്ര? 30,000 കിലോമീറ്റർ. 30,000 കിലോമീറ്റർ ഓടിയ ടൈഗൂൺ. 30,500 ആവുന്നു അല്ലേ? അതാ 35,000 ഓക്കെ, അത്രയേ ഉള്ളൂ. എത്രയാ ആസ്കിങ്? ഓൺ റോഡ് 18.5 ലക്ഷം രൂപ വരുന്ന വണ്ടി നമ്മൾ 14,20,000 രൂപയാണ് ചോദിക്കുന്നത്. ചെറിയൊരു മാറ്റം കൂടി വരുത്തിയിട്ട് വണ്ടി കൊടുക്കാം. നമുക്ക് ഫൈനലാക്കി പറയാൻ പറ്റുമോ എന്തെങ്കിലും? 14 ലക്ഷം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. ഓക്കെ, 14 ലക്ഷത്തിന് നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. 2022 30,500 കിലോമീറ്റർ ഓടിയ 2024 വരെ വാറണ്ടിയുള്ള 1 ലിറ്റർ ഓട്ടോമാറ്റിക് അല്ല പറഞ്ഞാൽ? 1 ലിറ്റർ ഓട്ടോമാറ്റിക്. ഹൈലൈൻ ആണ് വേരിയന്റ് വരിക. ഹൈലൈൻ എന്ന് പറയുമ്പോൾ, ഹൈലൈൻ പ്ലസ് എന്ന് പറയുമ്പോൾ ഇതിൽ മിഡിൽ വേരിയന്റ് ആണ് വരുന്നത്. ഓക്കെ, കംഫർട്ട് ആണ് ബേസ് വരുന്നത്. ഹൈലൈൻ സെൻറ്റർ, പിന്നെ പ്രീമിയം എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ഓപ്ഷൻ. ഓക്കെ ഓക്കെ ഓക്കെ, അത്രയേ ഉള്ളൂ. മാക്സിമം ലോൺ സൗകര്യം ലഭിക്കുന്നതാണ് അല്ലേ? അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഒരു കോമ്പാക്ട് SUV വന്നിരിക്കുകയാണ്. കിയ സെൽട്ടോസ് ആണ്. KL 62 രജിസ്ട്രേഷൻ വാഹനം. പത്തനംതിട്ട റാന്നിയാണ് രജിസ്ട്രേഷൻ. റാന്നിയാണ്. അതൊക്കെ പറഞ്ഞോളൂ. 2020 10-ാം മാസം വണ്ടിയാണ്. ഫ്ലഡൊക്കെ കഴിഞ്ഞ് കൊറോണ ഒക്കെ തുടങ്ങിയതിന് ശേഷമുള്ള വണ്ടിയാണ്. ഫ്ലഡിനെ പറ്റി പേടിക്കേണ്ട. പത്തനംതിട്ട എന്ന് പറയുമ്പോൾ ഇപ്പോഴും ആൾക്കാർക്കൊരു പേടിയൊക്കെ ഉള്ള സംഭവമാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നതാണ്. ഇത് 2020 മോഡൽ HTX വേരിയന്റ് ഡീസൽ മാനുവലാണ്. HTX അതെ. GT ലൈനിന്റെ താഴെയാണ്. പക്ഷേ GT ലൈനിൽ വരുന്ന ഡയമണ്ട് കട്ട് 17 ഇഞ്ച് അലോയ്സും ചെയ്തിട്ടുണ്ട്. 17 ഇഞ്ച് ടയേഴ്സും വന്നിട്ടുണ്ട്. ടയേഴ്സ് 4 പുത്തൻ ടയേഴ്സാണ്. സീറ്റ് വെന്റിലേഷൻ വരില്ല. നമുക്ക് നോർമൽ സീറ്റ്സ് ആണ് വരുന്നത്. സെയിം സീറ്റ് തന്നെയാണ് നമുക്ക് GT ലൈനിൽ വരിക. അപ്പോൾ വെന്റിലേഷനും വരുന്ന സീറ്റാണ് അതിൽ വരുന്നത്. സീറ്റ് വെന്റിലേഷൻ ഒരാൾ കമന്റ് ചെയ്ത് ചോദിച്ചിരുന്നത് എന്താണെന്ന് വേറൊന്നുമില്ല. സീറ്റിൽ നമ്മൾ AC ആയിരിക്കും. തണുപ്പിക്കാം. നമുക്ക് കുറേ തണുപ്പിക്കാം. ബട്ടക്സ് ഒക്കെ ഒന്ന് തണുപ്പിക്കാം. നല്ല തണുപ്പിച്ച് പോവാം. സൺറൂഫ് വരുന്ന വേരിയന്റ് ആണ്. ഇതിലൊരു ക്ലെയിം ഉണ്ട്. ഒരു ഡോർ റീപ്ലേസ്മെന്റ് ഉണ്ട്. റൈറ്റ് സൈഡ് ബാക്ക് ഡോർ, റിയർ ഡോർ റീപ്ലേസ് ആണ്. കമ്പനി ഹിസ്റ്ററിയിലുണ്ട്. ഗ്ലാസ് മാറിയിട്ടില്ല. ഒരു കീറിൽ കുടുങ്ങിയിട്ട് റീപ്ലേസ് ചെയ്താണ്. അത് കമ്പനി ഹിസ്റ്ററിയിലുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ഫുള്ളും ചെക്ക് ചെയ്യാം കസ്റ്റമേഴ്സിന്. നമുക്കിവിടെ കോഴിക്കോട് ഷോറൂമിൽ കൊണ്ടുപോയിട്ടാണ് നമ്മുടെ ഇതിൻ്റെ എല്ലാ വണ്ടികളും നമ്മൾ ഇതുവരെ സർവീസ് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2020 HTX ആണ്. GT ലൈനിൻ്റെ അലോയ്സും കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അലോയ്സിന് മാത്രം 85,000 രൂപയാണ് ഷോറൂമിൽ കോസ്റ്റ് വരുന്നത്. ചെറിയ പൈസ അല്ല, അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്ന വണ്ടിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. വണ്ടി 45,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി. വാറണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം വണ്ടി നമ്മൾ ചോദിക്കുന്നത് 15,20,000 രൂപയാണ്. 15 ലക്ഷം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കുക. അതിൽ 13.5-14 ലക്ഷം വരെ ലോൺ വാങ്ങി കൊടുക്കുക. ലോണും കിട്ടും. അതെ. ഇപ്പോൾ 21 ലക്ഷം രൂപയാണ് ഇപ്പോഴത്തെ ന്യൂ ഷേപ്പിന് ഓൺ റോഡ് വരുന്നത്. ഈ വണ്ടി ലാസ്റ്റ് അന്ന് ഇറങ്ങിയ സമയത്ത് 19.25 വണ്ടിക്ക് ഓൺ റോഡ് വില വന്നത്. ഇപ്പോൾ 21 രൂപ ഓൺ റോഡ് റേറ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 15 ലക്ഷത്തിന് ഫൈനൽ അല്ല? അതെ, 15 ലക്ഷം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കുക. അതിൽ 1 വർഷത്തെ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് നമുക്ക് എടുത്ത് കൊടുക്കാം. ഇൻഷുറൻസ് ഉണ്ട്. നിലവിൽ വാറണ്ടി ഉണ്ടാവും തോന്നുന്നല്ലോ. 23 വർഷമാണ് വാറണ്ടി വരും. അതെ, 23 10-ാം മാസം കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, എക്സ്റ്റൻഡ് വാറണ്ടി നിലവിൽ ഇല്ല എന്നാണ് ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ കണ്ട്. പെട്രോൾ ആണ്, ഡീസലാണ്. ഓ, ഡീസൽ അല്ലേ? അപ്പോൾ നല്ല മൈലേജ് ഉണ്ട്. നല്ല മൈലേജ് ഉണ്ടാവും. 18+ ഗ്യാരണ്ടി മൈലേജ് ഉണ്ടാവും. അപ്പോൾ മറന്നേ പറയാം, 2020 ഡീസലാണ്. ഡീസലാണ്. നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ്. ഓക്കെ, അപ്പോൾ 15 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ ഒരു വാഹനം. അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് ഹോണ്ട അമേസ് ആണ്. KL 23 രജിസ്ട്രേഷൻ. മാനുവലാ? ഡീസൽ ഓട്ടോമാറ്റിക് അല്ല, ഡീസലാണ്. കല്യാത്ത മുതലാണ്. അതെ, അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും. ഓട്ടോമാറ്റിക് തന്നെ. CVT ആണ് വരിക. 2021 മോഡലാണ്. ഒരു 17 വാട്ടൊക്കെ കിട്ടും മൈലേജ്. അതിന് മുകളിലാണ് പ്ലസ് ആണ് മൈലേജ്. എന്തായാലും കിട്ടുന്നുണ്ട്. CVT ആയാലും കിട്ടുന്നുണ്ട്. 2-3 കസ്റ്റമേഴ്സ് ഉപയോഗിക്കുന്നവർ പറഞ്ഞ് 24 കിട്ടുന്നുണ്ടെന്നാണ്. ഞങ്ങൾക്ക് 21.5 കിട്ടിയിട്ടുണ്ട്. 22 വരെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് കൊല്ലത്ത് ഓടി വന്നാൽ ഞങ്ങൾക്ക് 22 വരെ മൈലേജ് കിട്ടിയിട്ടുണ്ട്. ശരി. CVT ഗിയർ ബോക്സിൽ 22 മൈലേജ് കിട്ടാൻ അടിപൊളി മൈലേജാണ്. അത് ഇതിനെ കിട്ടത്തുള്ളൂ. അതെ, ഒന്നിനെ കിട്ടത്തില്ല. നല്ല കംഫർട്ടുമാണ് യൂസ് ചെയ്യാൻ. ഗിയർ കാര്യങ്ങളൊന്നും അറിയില്ല. ഹോണ്ടക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇത് 1. എത്ര വരിക? ഇത് 1.5 ആണ് വരിക. 5. ജാസ് അമേസിനൊക്കെ WRV ഒക്കെ ഒരേ എഞ്ചിനായിരുന്നു.
സിറ്റി വരെ 1.6 ആണ്, അതിന് കുറച്ചും കൂടി കുറയും CVT-ലേക്ക് വരുമ്പോൾ അല്ലേ? ഓക്കെ, നല്ല മൈലേജ് ഉള്ള ഒരു വാഹനം. മോഡൽ ഏതാ പറഞ്ഞോളൂ? ഇത് 2021 മോഡൽ MS VX CVT ഡീസൽ ഓട്ടോമാറ്റിക്, ഏറ്റവും ടോപ്പ് ഉണ്ട് അല്ലേ? ഏറ്റവും ടോപ്പ്. ഓക്കെ, സൺറൂഫ് വരാത്ത ഓപ്ഷനാണ് വന്നിറങ്ങിയാൽ. ഓക്കെ, ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒരു ക്ലെയിമും ഇല്ല, കറക്റ്റ് കമ്പനി സർവീസ്. ഇപ്പോൾ 50,900 കിലോമീറ്റർ, അതായത് 51,000 കിലോമീറ്ററാണ് ഓടിയത്. 50,000 കിലോമീറ്ററിൽ കമ്പനിയിൽ നിന്ന് സർവീസ് കഴിഞ്ഞ വണ്ടിയാണ്. മറ്റ് റീപ്ലേസ്മെൻറ്റോ ക്ലെയിമുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ക പ്രോപ്പർ സർവീസ് ഹിസ്റ്ററിയുള്ള വണ്ടി. 2025 വരെ കമ്പനി വാറണ്ടിയുള്ള വണ്ടി, അണ്ടർ വാറണ്ടിയിൽ നിൽക്കുകയാണ്. അത് ഒരു അടിപൊളി ഡീസൽ വാഹനം. വലിയൊരു ഓട്ടോ എത്രയാണ് പറഞ്ഞത്? 51,000 കിലോമീറ്റർ. അതിലും 51 ഓടിയത് 4 ടയറും വരുമ്പോൾ മുട്ടയായിരുന്നു. പുത്തൻ ടയറാണ്, 4 അപ്പോളോന്റെ പുതുപുത്തൻ ടയറാണ്. എടുക്കുന്നവർക്ക് ഒന്നും ചെയ്യാനില്ല, അങ്ങനത്തെ ഒരു വാഹനമാണ്. ഒന്നും ചെയ്യാനില്ല, നല്ല മൈലേജ് ഉണ്ടാവും, ഓട്ടോമാറ്റിക് ആണ്. ട്രാഫിക്കിൽ നിന്നും കുടിക്കാൻ പേടിക്കേണ്ട ആവശ്യം. 1 വർഷത്തെ പുതിയ ഇൻഷുറൻസ് നമ്മൾ എടുത്ത് കൊടുക്കും. ലേഡീസിനൊക്കെ മറ്റേ കയറ്റത്തിനൊക്കെ ഇറങ്ങി പോകുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അല്ലേ? പേടിക്കാൻ കണ്ണും മുട്ടി ഉപയോഗിക്കുക. അതെ, അത്രേ ഉള്ളൂ. എത്രയാ നമ്മൾ ചോദിക്കുന്നത്? 11,45 ആണ്. ചെറിയൊരു മാറ്റം കൂടി വരുത്തി ഒരു ചെയ്ത് കൊടുക്കാം. അതെ, ഓക്കെ. അതിൽ ലോണായിട്ട് നമുക്കൊരു 10 മുതൽ 10,15 വരെയൊക്കെ ലോണും കയറും. ഓക്കെ, 2021 3-ാം മാസം വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ വാറണ്ടി ഉണ്ട് നിലവിൽ. എന്തുകൊണ്ട് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി വാഹനം. ലോ കിലോമീറ്ററാണ്, ഡീസലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതായത് മൈലേജ് കിട്ടുന്ന വെച്ച് നോക്കുമ്പോൾ നോർമലായിട്ടുള്ള കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളൂ. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. മാക്സിമം ലോൺ കിട്ടുമല്ലോ? ഒരു 10-10.5 വരെയൊക്കെ ലോൺ കിട്ടും. ലോണും കയറും. ഓക്കെ, നല്ലൊരു അടിപൊളി ഓട്ടോമാറ്റിക് ഡീസൽ മൈലേജ് ഉള്ള വാഹനം വേണമെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, എടുത്തോ. ഇതൊരു ഫുൾ SUV-യിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ. KL60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷനുള്ള മഹീന്ദ്ര XUV 500 തേർഡ് ജനറേഷൻ. പറഞ്ഞോളൂ. ഫാൻസി നമ്പറിലുള്ള 2018 മോഡൽ. 2002 അല്ലേ? അതെ, 2018 മോഡൽ W7 ആണ്. ഓക്കെ, ഈ തേർഡ് ജനറേഷനിൽ വരുന്നതുകൊണ്ട് തന്നെ അലോയ്സ് ഉണ്ടാവില്ല, ബട്ടൺ സ്റ്റാർട്ട്, ഡ്യുവൽ എയർ ബാഗ്, ബാക്ക് വൈപ്പർ കാര്യങ്ങൾ, സ്റ്റീരിയോ, കമ്പനി സ്റ്റീരിയോ വരും, എല്ലാ ഫീച്ചേഴ്സും അങ്ങനെ എല്ലാ സാധനം ഉണ്ട്. പിന്നെ W8 അല്ല, W8 അല്ല, W11 വരും, സൺറൂഫ് വരും, അലോയ്സ് വരും. പിന്നെ പ്രൊജക്ടർ ഹെഡ് ലൈറ്റ്സും കാര്യങ്ങളും വരുന്നുണ്ട്. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഇല്ല, കമ്പനി ഫുൾ സർവീസ് കമ്പനിയിലുള്ള 65,000 കിലോമീറ്റർ ഓടിയ വണ്ടി, കേരള വണ്ടി. അതെ, ഒറിജിനൽ കേരള വണ്ടി. നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. 65,000 ഓട്ടോ അല്ലേ? അതെ, ഓക്കെ. നമ്മൾ ചോദിക്കുന്നത് 10.65 ആണ്. 10.5 ലക്ഷം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. അതിൽ തന്നെ നമുക്ക് മാക്സിമം ലോൺ വാങ്ങിക്കൊടുക്കാം. 9.5 ലക്ഷം മുതൽ 10 വരെ ലോൺ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. 9.5 വരെ എന്തായാലും പാസ്സായി തരാനാണ് ബാങ്കിൽ നിന്ന് സംസാരിച്ചത് പറഞ്ഞത്. 9.5 വരെ ലോൺ സൗകര്യം കിട്ടും. ഈ ലോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രാക്ക് കോഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതെ, അതെ. പിന്നെ ആവശ്യമുള്ളവർ എടുത്താൽ മതി. അതായത് എല്ലാവർക്കും കൂടിയായിട്ട് പറയുന്നുള്ളൂ. എടുക്കേണ്ട ആൾക്കാരും ഉണ്ടാവും, അതുകൊണ്ട് പറയുന്നതാണ്. എടുക്കാൻ നിർബന്ധിക്കൊന്നുമല്ല. ഓക്കെ, ക്ലെയിം ഒന്നുമില്ലല്ലോ വണ്ടിയിൽ? വണ്ടിയിൽ ക്ലെയിമോ കാര്യങ്ങളോ ഇല്ല. 60,000 മേജർ സർവീസ് കഴിഞ്ഞതാണ്. ടയേഴ്സൊക്കെ ഒരു 70-75% ടയേഴ്സ് ഉണ്ട്. ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് ആണ്, ഫുൾ കവർ ഇൻഷുറൻസ് ആണ്. പിന്നെ ഒന്നും ചെയ്യാനില്ല, യൂസ് ചെയ്ത് കൊണ്ടു നടക്കുക. മാനുവൽ വണ്ടിയാണ്, നമുക്കൊരു 12 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടും. അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടി ടാറ്റ ടിയാഗോ ആണ്, KL7 രജിസ്ട്രേഷൻ വാഹനം. നല്ലൊരു ഹാച്ച് ബാക്ക് വാഹനമാണ്. 2021 മോഡൽ, സിംഗിൾ ഓണർ, 22,000 കിലോമീറ്റർ ഓടിയ ടാറ്റ ടിയാഗോ XZ പ്ലസ് ആണ്, മാനുവൽ ടോപ്പ് എൻഡ് വാഹനമാണ്. അതെ, 2021 മോഡൽ. BS6 ആണ് വേരിയന്റ് വരിക. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല, കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയ വണ്ടിയാണ്. നമ്മൾ 6,10,000 രൂപയാണ് ചോദിക്കുന്നത്. ഫൈനൽ 5,90,000 രൂപയ്ക്ക് കൊടുക്കുക. അതിലൊരു വർഷത്തെ പുതിയ ഇൻഷുറൻസ് XZ പ്ലസ് പുതിയ എനിക്ക് തോന്നുന്നു 8-9 രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട്. 8.5 ലക്ഷം രൂപ ഓഫർ കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. ഓഫർ കഴിഞ്ഞിട്ട് 8.5 വരുന്നുണ്ട്. അതായത് XZ പ്ലസിന് അത്രയും വരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ചോദിച്ചാൽ 6,10,000 ചോദിക്കുന്നത്. 90,000 ലാസ്റ്റ് കൊടുക്കുക. 5,90,000 ഫൈനൽ കൊടുക്കുക. ഫൈനൽ റേറ്റ് 5,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. 2021 XZ പ്ലസ് ടിയാഗോ. ഏകദേശം ഒരു 17 വരെ മൈലേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതെ, അതിലൊരു 5.5 വരെ ലോണും കിട്ടും, മാക്സിമം ലോണും കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ, പുതിയ ടിയാഗോയിൽ വലിയ വൈബ്രേഷൻ പ്രശ്നങ്ങളൊന്നുമില്ല. ഗിയർ വൈബ്രേഷൻ, സ്റ്റിയറിംഗ് വൈബ്രേഷൻ കുറവാണ്. 3 സിലിണ്ടറാണ് വരിക, എന്നാലും വൈബ്രേഷൻ കുറവാണ്. പഴയതിനെ അപേക്ഷിച്ച് വളരെ അപേക്ഷിച്ച് ആ സ്റ്റിയറിംഗ് ഒക്കെ സുഖമായിട്ട് കുറച്ചും കൂടി ഫ്രീ ആണ്. വണ്ടി കുറച്ചും കൂടി ബെറ്റർ ആണ്. പണ്ടത്തെ വണ്ടി 5 സ്റ്റാർ അല്ലായിരുന്നു, 4 സ്റ്റാർ റേറ്റിംഗ് ആയിരുന്നു. ഇത് 5 സ്റ്റാർ റേറ്റിംഗ് ആണ്. 5 സ്റ്റാർ റേറ്റിംഗ്? അതെ, അതെ, ടിയാഗോ 5 സ്റ്റാർ റേറ്റിംഗ്. ന്യൂ ഷേപ്പ് വരുന്നത്, പണ്ടത്തെ 4 ആയിരുന്നു. 5 സ്റ്റാർ റേറ്റിംഗ് അല്ലേ? ഓക്കെ. ഇത് അൾട്രോസ്, പുതിയ ടാറ്റ നെക്സോൺ ഒക്കെ 5 സ്റ്റാർ റേറ്റിംഗ്. പഞ്ചൊക്കെ 5 സ്റ്റാർ, എല്ലാം 5 സ്റ്റാർ. ടാറ്റ ഏകദേശം 5 സ്റ്റാർ ആയിരുന്നില്ല മൊത്തം. ആവാലോ, അവർക്ക് എന്തോ സ്റ്റീലും കാര്യങ്ങളൊക്കെ. സ്റ്റീലിനെ കൊണ്ട് മാത്രം കാര്യമില്ലാന്ന് തോന്നുന്നു, വേറെ എന്തൊക്കെയോ കഴിവുകൾ കുറച്ചും കൂടി ബെറ്ററാണ്.
ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ പോളോ വന്നിരിക്കുകയാണ്. KL 7 എറണാകുളം രജിസ്ട്രേഷൻ ആണ്. ഹൈലൈൻ ആണെന്ന് തോന്നുന്നു. ഹൈലൈൻ പ്ലസ് ആണോ? ഹൈലൈൻ പ്ലസ് അല്ല, GT ആണ്. GT അറിയില്ല, പറഞ്ഞോളൂ. GT ആണ്, പറഞ്ഞോളൂ. 2018 മോഡൽ 1.2 ലിറ്റർ DSG ഗിയർ ബോക്സിൽ വരുന്ന പോളോ GT. ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറി ഉള്ള DSG ഗിയർ ബോക്സിലുള്ള വണ്ടിയാണ്. GT നമ്മളിൽ ഇപ്പം വേറൊരു വണ്ടി കൂടി ഉണ്ട്. അത് ടോർക്ക് കൺവേർട്ടർ ആണ്, 1 ലിറ്റർ ആണ്. ഇത് 1.2 DSG സിംഗിൾ ഓണർ വണ്ടി. പോളോ ആക്കിയ സാധനമാണ് അല്ലേ? TSI GT. ഇത് 67,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ, പക്കാ ഷോറൂം ഹിസ്റ്ററി ഉള്ള ക്ലീൻ സർവീസ് ഉള്ള വണ്ടി. 17 പറഞ്ഞേ? 18. 67,000 കിലോമീറ്റർ. അതെ, GT. ഒന്നും നോക്കാനില്ല, നല്ലൊരു സ്മൂത്ത് ഡ്രൈവ് വിത്ത് പെർഫോമൻസ് അല്ലേ? ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ മൈലേജ് നോക്കരുത്, മോശമല്ലേ? മൈലേജ് നോക്കുകയത് ഇതിന് അപമാനിക്കുന്ന തുല്യാണ് ഇതിൻ്റെയൊക്കെ മൈലേജ് നോക്കുക പറയുന്നത് അല്ലേ? ഒരു മയത്തിലൊക്കെ ഓടിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ 4-12 വരെയൊക്കെ 4 നോക്കണ്ട, GT-ആണ്. നോക്കണ്ട, അത്രയേ പറയുള്ളൂ. ഓക്കെ, എത്ര കൊടുക്കാം? നമ്മളിത് 9.5 ചോദിക്കുന്നത്. 9.35 ലെവലിലൊക്കെ ലാസ്റ്റ് കൊടുക്കാം നമുക്ക്. 2018 GT ആണ്. 67,000 ലക്ഷം രൂപ വരെ ലോണ് പാസ്സാവും. 1.5 7.5 to 8 ഗ്യാരണ്ടി പാസ്സാവും. 1 മുതൽ 1.5 ലക്ഷം വരെ കാണുകയാണെങ്കിൽ സുഖമായിട്ട് വണ്ടി കൊണ്ടുപോകാം. 1 മുതൽ 1.5 ലക്ഷം വരെ ഉണ്ടെങ്കിൽ ഒരു പോളോ GT നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതുകൊണ്ട് DSG ഗിയർ ബോക്സ് ലവേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടി i20 KL 54 രജിസ്ട്രേഷൻ, പൊന്നാനി അല്ലേ? പൊന്നാനി വണ്ടിയാണ്. എന്താ പറയുക, 2020 മോഡലാണ്. സ്പോർട്സ് പ്ലസ് വരുന്ന വേരിയൻ്റ് ആണ്. അലോയ്സ് വരും, നാവിഗേഷൻ വരുന്ന സ്റ്റീരിയോ വരും. പുഷ്പട്ടം വരില്ല. പുഷ്പട്ടം, ബാക്ക് വൈപ്പർ, പിന്നെന്താ പറയുക, എയർ ബാഗ് 6 എണ്ണം വരുന്നില്ല. ഓപ്ഷനല്ലേ? ഹെഡ് ലൈറ്റ്, പ്രൊജക്ടർ വരില്ല. അങ്ങനത്തെ വ്യത്യാസങ്ങളാണ്. അലോയിന്റെ ഡിസൈൻ വ്യത്യാസം ഉണ്ടാവും. അലോയ് വരുന്നുണ്ട്, അലോയ് ഉണ്ട്. അതെ, നാവിഗേഷൻ വരുന്ന സ്റ്റീരിയോ വരുന്നുണ്ട്. സീറ്റ് കവറൊക്കെ ചെയ്ത് നല്ല ക്വാളിറ്റിയിൽ വെച്ചിട്ടുണ്ട്. മോഡൽ ഏതായിരുന്നു? 2020 ന്യൂ ഷേപ്പ് ഇറങ്ങുന്നതിന്റെ തൊട്ട് മുന്നത്തെ വണ്ടി. കൂടുതൽ ആവശ്യക്കാരുള്ളത് ഈ ഷേപ്പിനാണ്. അതെ, ആവശ്യക്കാരുള്ളത്. ഓക്കെ. പിന്നെ 45,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. കറക്റ്റ് കമ്പനി സർവീസ് ആണ്, പുറമേ സർവീസുകളില്ല. കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയ വണ്ടിയാണ്. നമുക്ക് ഫൈനൽ 6,80,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 2020 മോഡൽ. 2020 45,000 കിലോമീറ്റർ ഓടിയ വാഹനം, സിംഗിൾ ഓണർഷിപ്പ്, സ്പോർട്സ് പ്ലസ് i20 അതെ. 6 ലക്ഷം രൂപ 6.20 വരെ ലോണും വാങ്ങി കൊടുക്കാം. ഫുൾ ലോൺ കിട്ടും. മാക്സിമം 90% മുകളിൽ ലോൺ കിട്ടും. ഓക്കെ, താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യാം. പെട്രോളാണ്. മൈലേജ് ഒരു 12 to 14 വരെ. 14 വരെ കണ്ടാൽ മതി, കാരണം കുറച്ച് പവർ കൂടിയ വണ്ടിയാണ് അല്ലേ? 1200 cc ഉണ്ടായാണല്ലോ, കുറച്ച് ഹെവി വണ്ടിയാണ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. മാരുതി സുസുക്കി സ്വിഫ്റ്റ് KL 57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ന്യൂഷി പറഞ്ഞോളൂ. 2022 വണ്ടിയാണ്. സിംഗിൾ ഓണർ, 34,000 കിലോമീറ്റർ ഓട്ടോ. കുറച്ച് ഓട്ടോ കൂടുതൽ, പക്ഷേ കറക്റ്റ് സർവീസ് ആണ്. 29,000 വരെ കറക്റ്റ് സർവീസ് ചെയ്ത് പോയിട്ടുണ്ട്. കമ്പനി വാറണ്ടിയിലാണ് വണ്ടി ഉള്ളത്. ക്ലെയിം ഉള്ളത് ഒരു ഫ്രണ്ട് ബമ്പർ റീപ്ലേസ് ഉണ്ട്. അതല്ലാതെ ഉള്ളോട്ടേക്കൊന്നുമില്ല. ബോണറ്റ്, ഗ്ലാസ്, ഡോറ് ഒന്നുമില്ല, റേഡിയേറ്റർ, സാധനങ്ങളൊന്നുമില്ല. ബമ്പർ മാത്രമാണ്. പിന്നെ അത്യാവശ്യം മൈലേജും കാര്യങ്ങളും കിട്ടുന്ന വണ്ടിയാണ്. മാക്സിമം ലോൺ കിട്ടുന്ന വണ്ടിയാണ്. മൈലേജ് എന്ന് വെച്ചാൽ 18 റേഞ്ചൊക്കെ എന്തായാലും കിട്ടും. എന്തായാലും കിട്ടും. മാരുതിയാണ്. പിന്നെ നമ്മൾ ഇപ്പം ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് ചെറിയ കൊല്ലത്തേക്ക് മാറിയതിനെ കൊണ്ട് നമ്മൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 690 ആണ്. ഫൈനൽ 6,75,000 രൂപയ്ക്ക് കൊടുക്കാം. ഏത് ഓപ്ഷൻ? VXi. ഓക്കെ, ഈ റേറ്റിൽ ഇപ്പോൾ നിലവിൽ ആരെടുത്തു? 6,75,000 രൂപയ്ക്ക് 2022 വണ്ടിയാണ് കിട്ടുന്നത്. 2022 മാനുഫാക്ചറുള്ള വണ്ടിയാണ്. ഓക്കെ, രജിസ്ട്രേഷൻ ഒന്നുമല്ല, മാനുഫാക്ചർ. കൊല്ലം മാറി നമ്മൾ വില കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, 6,75,000 രൂപയ്ക്ക് സ്വന്തമാക്കാം. 35,000 ഓടിയിട്ടുണ്ട്. കറക്റ്റ് പ്രോപ്പർ സർവീസ് പോയിട്ടുണ്ട് അല്ലേ? ഓക്കെ, നല്ല മൈലേജ് ഉണ്ടാവും. വേറെന്താ, മാക്സിമം ലോൺ കിട്ടുമോ? 6 ലക്ഷം വരെ എന്തായാലും ഗ്യാരണ്ടി ലോൺ പറഞ്ഞിട്ടുണ്ട്. കിട്ടുകയാണെങ്കിൽ വേറെ അല്ലാത്ത കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്റ്റോക്ക് ഉണ്ട്, ക്ലീൻ. ഇതൊക്കെ എന്ത് കംപ്ലൈൻറ്റ് ആവാനോ കൂടി വന്നാലും. ഓക്കെ, ഈ ഹൈലൈൻ പോളോ ആണെങ്കിൽ GTൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കും ചിലർ. ഇനി GT ആണെങ്കിൽ എന്നാൽ പിന്നെ കിടക്കട്ടെ, GT അതിൻ്റെ സ്റ്റിക്കർ എടുക്കട്ടെ. അതിനെ കൊണ്ട് കാര്യമില്ല, മനസ്സിലാവില്ല, പെട്ടെന്ന് മനസ്സിലാവും. KL 11 രജിസ്ട്രേഷനുള്ള പോളോ GT ആണ്. ബ്ലൂ അല്ലേ? 2020 മോഡൽ BS6 വരുന്ന ഫേസ് ലിഫ്റ്റ് വരുന്ന വണ്ടിയാണ്. ഓക്കെ, ഓട്ടോമാറ്റിക് 1 ലിറ്റർ ടെർബോ ആണ്. 1 ലിറ്റർ TSI ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് വരുന്ന. ഇത് 45,000 കിലോമീറ്റർ ഓടിയ കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററിയുള്ള
മേജർ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇപ്പോഴും വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. 2025 വരെ വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഓക്കെ. ഓണർഷിപ്പ് മാത്രം കുറച്ച് കൂടുതലുണ്ട്. 3rd ഓണർഷിപ്പാണ് വരുന്നത്. ഓക്കെ. നമ്മൾ ആസ്കിംഗ് റേറ്റ് വന്നിട്ട് അതിനനുസരിച്ച് കുറവാണ്. ചിലപ്പോൾ ആ ഒരു മൈലേജ് മേടിച്ചിട്ടായിരിക്കും അവരും കൊടുത്ത് ഒഴിവാക്കിയിട്ടാവും. ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അതെ, GT ഒന്നും എടുക്കുന്ന ഒരു മൈലേജ് കൺസേൺ ആയിരിക്കാനേ പാടില്ല. അത്രേ ഉള്ളൂ. ബാക്കി വണ്ടിയുടെ ടെക്നിക്കാലിറ്റീസ് എന്താണെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇവരുടേതായിട്ടുള്ള ഇഷ്ടത്തിന് ഉപയോഗിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് തീരുമാനിച്ചാൽ നമ്മൾ തന്നെ ഇവിടുന്ന് കൊടുത്ത വണ്ടിയാണ്. നമ്മൾ പണ്ടൊരിക്കൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു 1.5 കൊല്ലം മുന്നേ വീഡിയോ ചെയ്ത വണ്ടി തന്നെയാണ്. അത് ശരിയാണ്. നമ്മൾ തന്നെ വിറ്റ് കൊടുക്കാന്നുള്ള ലെവലിൽ വാങ്ങി വെച്ചാണ്. ഓക്കെ. ഇപ്പം നോർമൽ 2020 മോഡലിനാണെങ്കിൽ ഈ ഒരു ഫീച്ചറിൽ നിൽക്കുന്ന പക്ക ഷോറൂം ക്വാളിറ്റിയിൽ നിൽക്കുന്ന വണ്ടിയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 11 ലക്ഷം രൂപയ്ക്കാണ് വണ്ടി വിറ്റ് പോകുന്നത്. ഓക്കെ. ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് 10.5 ലക്ഷം രൂപയാണ്. 10,35,000 രൂപയ്ക്ക് ലാസ്റ്റ് വാങ്ങി കൊടുക്കുക. ഫൈനൽ റേറ്റ് അല്ലേ? അതെ. 10,35,000 2020 പോളോ GT ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആണ് വരിക. അതെ. ഓക്കെ. വേറെ ഒന്നുമില്ല, അണ്ടർ വാറണ്ടി തന്നെ നിൽക്കുകയാണ്. കമ്പനി ഇന്റീരിയർ എക്സ്റ്റീരിയർ ഔട്ട് പക്ക ക്ലീൻ ആണ് വണ്ടി. ക്ലീൻ ആണ്. പക്ക ഒന്നും ചെയ്യാനില്ല അല്ലേ പാർട്ടിക്ക്? ഓക്കെ. ലോൺ എത്ര കയറും? ഈ വണ്ടിയിൽ നമുക്കൊരു 9 ലക്ഷം രൂപ വരെയൊക്കെ സുഖമായിട്ട് ലോൺ വാങ്ങിക്കൊടുക്കാം. ഇതുവരെ 9.5 വരെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതും വാങ്ങിക്കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1.5 മാക്സിമം മതി. ഈ വണ്ടിയിൽ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്ത് കൊടുക്കാം, ഇറക്കാൻ പറ്റും. ഓക്കെ. പോളോ നിർത്തി ഇപ്പോഴും പോളോ ഒരു വികാരമായിട്ട് കൊണ്ടു നടക്കുന്നവർ എന്തായാലും എത്രയോ പേരുണ്ട്. അപ്പോൾ അവർക്കാണിത് അല്ലേ? അവർക്ക് വേണ്ടിയാണ്. അടുത്ത വണ്ടിയിലേക്ക് ഹ്യുണ്ടായ് വെന്യൂ KL11 കോഴിക്കോട് വണ്ടി തന്നെയാണ് അല്ലേ? നമ്മളൊരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ കഴിഞ്ഞ പ്രാവശ്യം നിരത്തിയിട്ടൊരു വെന്യൂൻ്റെ ന്യൂ ഇയർ അനുബന്ധിച്ചിട്ട്. ഓക്കെ. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 മോഡൽ സിംഗിൾ ഓണർ വെറും 9,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 9,000 വേരിയന്റ്. ഓക്കെ. അതായത് ബേസിന്റെ മുകളിലുള്ള S വേരിയന്റ് ആണ് വരുന്നത്. പക്ഷേ ഇതിൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോ, ഗ്രാബ് റെയിൽ, സീറ്റ് കവർ, നമ്മുടെ എന്താ പറയുക ഫോഗ് ലാമ്പ് കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ. പക്കാ സിംഗിൾ ഓണർ, ഒരു ക്ലെയിമും ഇല്ലാത്ത വണ്ടിയാണ്. ഓട്ടം 9,000 വെറും 9,000 ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? വാറണ്ടി 24 ഈ മാസം ലാസ്റ്റ് വരെ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എടുക്കുകയാണെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. അത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അതെ. മാക്സിമം കിട്ടുമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കണം കേട്ടോ എന്തായാലും. ഓക്കെ. വെന്യൂ ആണ്. മൈലേജ് ഒരു 15-16 റേഞ്ച് വരെ കണ്ടാൽ മതി മാക്സിമം. അതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ മതി. അതെ. എത്ര വരുന്ന 1 ലിറ്റർ ആണോ? അല്ല, ഇത് 1.2 വരും. 1.2 തന്നെ അന്നത്തെ. ഓക്കെ. ഓക്കെ. പറഞ്ഞോളൂ, എത്ര കൊടുക്കാം? ഇത് നമുക്ക് 8,30,000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 8,30,000 ലാസ്റ്റ്. അതിലൊരു 7.5 ലക്ഷം രൂപ വരെ ലോൺ വാങ്ങി കൊടുക്കാം. ലോണും കിട്ടും. 10,80,000 രൂപ കണ്ടാൽ ഇറക്കാൻ പറ്റും. ഇറക്കാം. ലോ കിലോമീറ്റർ ആയിട്ടുള്ളൊരു വാഹനം വേണ്ടവർക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും. കോമ്പാക്ട് SUV സ്വന്തമാക്കാം. അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടി വീണ്ടും ഹ്യുണ്ടായ് വെന്യൂ KL1 തിരുവനന്തപുരം വണ്ടിയാണ്. നല്ല അടിപൊളി അലോയ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അഡീഷണൽ ആയിട്ട്. ഏതാ ഓപ്ഷനൊക്കെ വരുന്നത് പറഞ്ഞു? ഇത് നേരത്തെ കണ്ട സെയിം വേരിയന്റ് S തന്നെയാണ്, പക്ഷേ IMT 1 ലിറ്റർ ടർബോ ആണ്. ഓക്കെ. ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ, ഗിയർ നമുക്ക് മാനുവലി മാറ്റാൻ പറ്റും. ക്ലച്ച് വേണ്ട, ടച്ച്ലെസ് ആയിട്ടുള്ള വണ്ടി. പേടിക്കണ്ട, ഓഫായി പോകുന്നില്ല. S വേരിയന്റ് ആണെന്ന് പറഞ്ഞാൽ നോക്കണ്ട. അലോയ്സ്, ബലൂൺ റേഡിയസ് ടയർ, സീറ്റ് കവർ, ആൻഡ്രോയിഡ് സ്റ്റീരിയോ എല്ലാം വേണ്ടുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. വണ്ടി നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സൈഡ് പ്രൊഫൈൽ കണ്ട അടിപൊളിയാണ്. അലോയ് ചേരുന്നുണ്ട്. പിന്നെ നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറുമാണ്. ഒരു ഷെയ്ഡ് ഗ്രേ വരും, ഒരു ഷെയ്ഡ് ബ്ലാക്ക് വരും. നൈറ്റൊക്കെ വരുന്ന സമയത്ത് ഒരു ബ്ലാക്ക് ഷെയ്ഡിലേക്ക് കിട്ടുന്നുണ്ട്. ആരാന്ന് പിടുത്തം കിട്ടൂല, അങ്ങനത്തെ ആ ഒരു നല്ലൊരു കളറാണ്. അതുപോലെയാണ് ഇപ്പോൾ ടിയാഗോനെ മറ്റേ ഒരു പ്ലം കളറുണ്ട് ടിയാഗോല്. കാണുമ്പോൾ പെട്ടെന്ന് ബ്ലാക്ക് ആണെന്ന് വരും. അടുത്തെത്തുമ്പോഴാണ് ആ കളറിന്റെ ഡിഫറൻസ് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഇത് 2021 മോഡൽ തന്നെയാണ്. 7ാം മാസമാണ് വണ്ടി. അതുകൊണ്ട് തന്നെ 2024 7ാം മാസം വരെ കമ്പനി വാറണ്ടിയിലാണ് നിൽക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഭാവിയിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇത് കൂടാതെ നമ്മുടെ അടുത്ത് ഇനിയും 3 വെന്യൂ ഉണ്ട്. നമുക്ക് ഈ വീഡിയോ ലെങ്ത് കൂടി പോകണ്ടെന്ന് വെച്ചിട്ട് കാണിക്കാത്തതാണ്. കസ്റ്റമേഴ്സ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എല്ലാ വണ്ടിയിലും വീഡിയോ ഡീറ്റെയിൽ കറക്റ്റായിട്ട് വരും. ഇതിപ്പോൾ എത്രയാ? ഇത് നമ്മൾ ചോദിക്കുന്നത് 9 ലക്ഷം രൂപയാണ്. 8,80,000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. ഫിറ്റിംഗ്സ് കയറി ഫിറ്റിംഗ്സ് കയറി. പിന്നെ 1 ലിറ്റർ ടർബോ വ്യത്യാസം വരുന്നുണ്ട്. IMT ആണ്, ഓട്ടോമാറ്റിക് ആണ്. ഒരു വ്യത്യാസം ഉണ്ടാവും മറ്റേ വണ്ടിയായിട്ട്. പിന്നെ കുറച്ചും കൂടി പവർ ഉണ്ടാവും. 1.2 അപേക്ഷിച്ച് നോക്കുമ്പോൾ ടർബോ കൊണ്ട് പവറും ഉണ്ടാവും. ഓക്കെ. മൈലേജ് അതിനേക്കാൾ ചിലപ്പോൾ 1-2 കുറയും. കൊടുത്ത് ഓടിക്കുകയാണെങ്കിൽ, കാല് കൊടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ കുറയും. അല്ലാതെ നോർമലി ഉപയോഗിക്കുകയാണെങ്കിൽ മൈലേജ് കിട്ടുകയും ചെയ്യും. ഓക്കെ. ബാക്കിയുള്ള ഗിയർ ബോക്സ് പോലെയല്ല. IMT എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യാനുസരണം മാറാനും പറ്റും. അതെ, ഏത് ഗിയറുമാണ് മടുപ്പ് വരില്ല. ഓട്ടോമാറ്റിക്കിന്റെ ഒരു മടുപ്പോ കാര്യങ്ങളോ ഒന്നും വരില്ല. ലേഡീസിനും യൂസ് ചെയ്യാം, ജെൻസിനും യൂസ് ചെയ്യാം, പ്രായമുള്ളവർക്കും പ്രായം കുറഞ്ഞവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ഓക്കെ. അത്രയേ ഉള്ളൂ. മാക്സിമം ലോൺ കയറില്ല.
മാക്സിമം ലോൺ 90% വരെ ലോൺ മനസ്സിലായി. ഓക്കെ, വേറെയും വണ്ടികളുണ്ട്. വെന്യൂ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അടുത്ത വണ്ടിയിൽ നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം നല്ലൊരു അടിപൊളി ടെറാനോയിൽ നമുക്ക് നിർത്താം. KL 56 കോഴിക്കോട് കൊയിലാണ്ടി രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഒരു ബ്ലാക്ക് ടെറാനോ, ഫുള്ളി ബ്ലാക്ക്. യെസ്, പറഞ്ഞോളൂ. ഡീ ക്രോമിങ് അടക്കം എല്ലാം കഴിഞ്ഞു. പക്കാ ബ്ലാക്ക്, ക്രോമിന്റെ ഒരു അംശം പോലും വെച്ചിട്ടില്ല. അടക്കം ബ്ലാക്ക് അടിച്ചിരിക്കുന്നു. ഇത് 2017 മോഡല്, ഡീസൽ ഓട്ടോമാറ്റിക്, സിംഗിൾ ഓണർ, 65,000 കിലോമീറ്റർ ഓടിയ 110 PS വണ്ടി. 110 AMT ഗിയർ ബോക്സ് ആണ് വരിക. മൈലേജ് ഒരു 16-17 വരെയൊക്കെ മൈലേജ് കിട്ടും. അത്ര കേട്ടോ? ഓട്ടോമാറ്റിക് കിട്ടും. മറ്റേ മാനുവൽ വരുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. AMT ഗിയർ ബോക്സിൽ മൈലേജ് വരുന്നുണ്ടല്ലോ. AMTക്ക് കിട്ടുമായിരിക്കും, മാനുവൽ അത്ര കിട്ടും. ഇതിന് 85 ആണെങ്കിൽ 18-20 കിട്ടിയാനാ മൈലേജ്. 16-17 വരെ മാക്സിമം. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങളോ ഇല്ല, പക്കാ ഷോറൂം ഹിസ്റ്ററി ഉണ്ട്. ഓട്ടോ എത്ര പറഞ്ഞാൽ? 65,000. 2017 60,000 മേജർ സർവീസ് കഴിഞ്ഞു. അതിന് കഴിഞ്ഞിട്ട് ശേഷം അടുത്ത സർവീസ് നേരത്തെ സമയത്തിന് മുന്നേ ചെയ്തു. കറക്റ്റായിട്ട് നമ്മുടെ അടുത്ത് ഹിസ്റ്ററി PDF ആയിട്ടുണ്ട്. എന്തായാലും ബ്ലാക്ക് മൊത്തം ചെയ്ത അടിപൊളിയായിട്ടുണ്ട്. അലോയ്സ് അടിപൊളിയായിട്ടുണ്ട്. ടയേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. നല്ല പുതിയ ടയേഴ്സും ആണ്. 4 ടയർ യോക്കോഹാമന്റെ സ്റ്റഡ് ടയേഴ്സ് ആണ്, 80 ടയേഴ്സ് ആണ്. സ്റ്റെപ്പിന് ഇതുവരെ ഇറക്കാത്ത ബ്രിഡ് സ്റ്റോണിന്റെ ടയറുണ്ട്. യോക്കോഹാമ നല്ല ലൈഫ് കേട്ടോ, നല്ല ലൈഫുള്ള സാധനമാണ്. ഞാൻ പേഴ്സണലി ഉപയോഗിച്ച് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. എമ്മാര് ലൈഫ്, ഒരു രക്ഷയില്ല. നല്ല ടയറാണ്, നമുക്ക് കംഫർട്ടും തരുന്ന ടയറാണ്. തീർച്ചയായും. അപ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി, 2017 മോഡൽ, 65,000 കിലോമീറ്റർ, 110 PS ഡസ്റ്റർ ആണ്, ഓട്ടോമാറ്റിക് വാഹനം. പറഞ്ഞോളൂ, എത്ര കൊടുക്കാം? ഇത് നമുക്ക് 8,30,000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം, ഫൈനൽ. അതെ, അതിൽ വേറെ എക്സ്പെൻസോ കാര്യങ്ങളൊന്നുമില്ല. ഇൻഷുറൻസ് അടക്കം എല്ലാ സാധനങ്ങളും പക്ക അപ് ടു ഡേറ്റ് ആണ്. ഓക്കെ, 8:30 സ്വന്തമാക്കാം, ഒരു അടിപൊളി. അതിലൊരു 7 ലക്ഷം രൂപ വരെ എന്തായാലും ലോൺ കിട്ടും. 7.5 വരെ നമുക്ക് ലോണിന് ശ്രമിക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് കാർ ആവശ്യം ഉണ്ടെങ്കിൽ ഇതും എടുക്കാം. 16.5 ലക്ഷം രൂപ ഓൺറോഡ് വന്ന വണ്ടിയാണ് അന്ന്. അതെ, ഓക്കെ, നിർത്തുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു കാറ്റഗറി വെച്ച് നോക്കുമ്പോൾ യൂസ് ചെയ്യാനും ഒരു അജഗംഭീര വണ്ടി എന്നുള്ളൊരു കണ്ടീഷൻ. ഇതിനൊന്നും പകരം വെക്കാൻ പിന്നെ വണ്ടി വന്നിട്ടില്ല. നിസാനിലായാലും വന്നിട്ടില്ല. കിക്സ് ഇറക്കിയത് കിക്സ് പൊട്ടിപ്പോയി. കിക്സിന്റെ മുകളിലാണ് കൊണ്ടുപോകുന്നുള്ളൂ. കിക്സിന്റെ മുകളിലാണ്. അതെ, എന്റെ മുകളിലത്തെ കാറ്റഗറി അതും ഇറങ്ങിയില്ല. ഇല്ല, അത് ഇറങ്ങിയില്ല. ഇപ്പോൾ മാഗ്നൈറ്റ് ഇറക്കിയിട്ടുണ്ട്. മാഗ്നൈറ്റ് മൂവിങ് ഉണ്ട്, പക്ഷേ ഇതിൻ്റെ ഒന്നും ഒരു പെർഫോമൻസിലേക്ക് എത്തും. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ അവസാനത്തെ വാഹനമായിരുന്നു. നമ്മളെല്ലാം കാണിച്ചു കഴിഞ്ഞു. ഇനി പുതിയ സ്റ്റോക്ക് വന്നിട്ട് വീണ്ടും കാണിക്കാം അല്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ പോട്ടെ, ലൈക്ക് വരട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻറ്റുകളെ രേഖപ്പെടുത്തുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു. അതെ, അത്രയും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വാട്സപ്പ് ചാനലിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്സ്, ബൈ.